കാന്തല്ലൂരിലെ ഓഫ് റോഡ് ജീപ്പ് യാത്രയിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ, മറയൂർ ഭാഗങ്ങളിലായി 400-ൽ പരം ജീപ്പുകളാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സർവീസ് നടത്തുന്നത്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2009 പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ ബ്ലസ്സി ചിത്രം ഭ്രമരം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത്. പിൽക്കാലത്ത് ഈ സ്ഥലം ഭ്രമരം വ്യൂ പോയിന്റ് എന്നറിയപ്പെടാൻ തുടങ്ങി. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിത 360 ഡിഗ്രിയിൽ കണ്ട് ആസ്വദിക്കുന്നതിന് ട്രീ ഹൗസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിശാലമായ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് സഞ്ചാരികളുടെ വാഹനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പുൽത്തൈലം ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇവിടെ വിശാലമായ ഏരിയയിൽ ലെമൺ ഗ്രാസ് കൃഷിയുണ്ട്. പുൽത്തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. പച്ചക്കറികളും പഴങ്ങളും ഉണ്ട് അല്ലേ? ഇവിടെ കൃഷി ചെയ്യുന്നത് ക്യാരറ്റ് ഉണ്ട്. ഇതാണ് പുൽത്തൈലം വാറ്റിയെടുക്കുന്ന സംവിധാനം. പുൽത്തൈലം വിൽപ്പനയ്ക്കും വെച്ചിരിക്കുന്നു. ഇതാണ് പുൽത്തൈലം സാധനം. പുൽത്തൈലം പിന്നെ യൂക്കാലിപ്സ്, കുരുമുളകുണ്ട്, മറ്റേ ഓറഞ്ച് ആപ്പിളുണ്ട്, ലൈറ്റില്ല, ക്യാരറ്റ് ഉണ്ട്. പുൽത്തൈലം ആ ചെറിയ ബോട്ടിലിന്റെ വില 150. ഒരു കാണിച്ച 150. നമുക്ക് ഈ പുൽത്തൈലത്തിന് ഉപയോഗം വന്ന് നമുക്ക് പിന്നെ അറിയാലോ, വീട് ക്ലീനിങ്ങും ഉളുക്കും ചതവും മുട്ട എനിക്ക് നല്ലതാണ്. എനിക്ക് പറ്റാണ്. കണ്ണിന് മാത്രം പെടാൻ നോക്കാം, കണ്ണിലാവും. ആവി പിടിക്കാം. ആവി പിടിക്കാൻ അത് നല്ലതല്ല. അല്ല, ആവി പിടിക്കാൻ ഇതാ നല്ലത്. ഈ തൈലം ഇത് ആവി പിടിക്കാൻ നല്ലത്. എൻ്റെ പേര് ദാമോദരൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട ആളാണ്. ഞാൻ ഡ്രൈവേഴ്സുള്ള ആളാണ്. എൻ്റെ വീട് സ്ഥലമൊക്കെ മരവരൻ മുകളിൽ ചന്ദനക്കാടാണ്, ഫോറസ്റ്റ് വേണം. മരന്റെ മുകളിൽ ചന്ദനക്കാട് ഫോറസ്റ്റ് വേണം. എൻ്റെ വീട് സ്ഥലമൊക്കെ ഇരുട്ടാൽ കൂടി ആദിവാസി മുതുവാൻ ഡ്രൈവേഴ്സുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ കാന്തത്തെ വെപ്പര ഞാൻ കുളച്ചാലും കൂടി താഴെ ഇപ്പറമറ വെപ്പിൽ ഞാൻ പണിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഈ സ്ഥലം മൊത്തം ഗവൺമെൻറ് സ്ഥാനമല്ല, ഇത് ഞങ്ങളുടെ കുടിക്കാനുള്ള സ്ഥലം പ്രൈവറ്റ് പോയിട്ടാണ്. അപ്പോൾ സാറുമാരുടെ മുമ്പിലും ടീച്ചർമാരുടെ മുമ്പിലും ഞാൻ പുൽത്തൈലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു പറയാൻ പോകാണ്. ആ പുല്ല് കാണുന്നില്ലേ, അത് ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയാണ്. ആ പുല്ല് മുറിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഷെഡിലാക്കി വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു 3 അടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇവിടെ തീ കത്തിക്കണം. കറി എടുത്ത് വെള്ളം ചൂടാക്കി തിളപ്പിക്കണം. വെള്ളം ചൂടാക്കി തിളക്കുന്ന ശേഷമാണ് നമ്മൾ പുല്ലാക്കേണ്ടത്. നല്ലോണം ടൈറ്റ് പുല്ലാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രീ കൊടുക്കുക. എന്തിന് ആവി വരാൻ വേണ്ടി. അതിനുശേഷം ഈ ചെമ്പിനകത്ത് വേറെ ഒരു വടിയുണ്ട്. ആ വടിയും കൊണ്ട് നന്നായിട്ട് കുത്തി കയറ്റുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പുല്ല് ചാണകം കൊണ്ട് സ്റ്റീൽ ചെയ്യണം. സ്റ്റീൽ ചെയ്ത് വെച്ചിട്ട് 2.5 മണിക്കൂർ തീയിട്ട് പറക്കണം. 2.5 മണിക്കൂർ തീയിട്ട് പറക്കുമ്പോൾ അവിടെ നീരവിയായിട്ട് താഴെ പോകും. ചുറ്റി പുറത്തൊരു പാത്രമുണ്ട്. അവിടെ പോയി ചേരുമ്പോൾ 3 തൈലമായിട്ട് തിരിഞ്ഞു നിൽക്കും. ഏറ്റവും താഴെ വെള്ളം നിൽക്കും. സെൻട്രൽ മട്ടും ടോഫിൽ തൈല് നിൽക്കും. ആ ഒറിജിനൽ തൈലാണത്. ഇത് ഈ തൈലത്തിന് ഉപയോഗം എന്ന് പറയാൻ പോകണം. ഇതുപോലെ പാക്കറ്റിൽ നമ്മൾ ആദ്യം വെള്ളം എടുത്തിട്ട് ഒരു 2 തുള്ളി ഒഴിച്ച് നോക്കണം. എന്നിട്ട് നല്ലവണ്ണം മിസ്സാക്കിയതിന് ശേഷം നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി തുടച്ചാൽ ഞാൻ ഇച്ച സൈഡിൽ ഒരു മിസാലും മാറ്റ സൈഡിൽ മുതൽ സൈഡിൽ ഒന്നും കാണില്ല. അതിന് മാത്രമല്ല നമുക്ക് ഈ തൈലത്തിന് ഉപയോഗം ഉളുക്കും ചതവും മുട്ടവും എനിക്ക് നല്ലതാണ്. പക്ഷെ കണ്ണിലാവരുത്, കൊച്ചുങ്ങളെ കൊടുക്കാനും പാടില്ല. റുപ്പീസ് 150. യൂക്കാലിപ്സ് ഒന്ന് എടുത്തോ. യൂക്കാലിപ്സ് പിന്നെ ഇത് കണ്ടില്ലേ, ഇത് യൂക്കാലിപ്സ് തൈലം. ഇത് നമുക്ക് ജലദോഷം, കഫക്കെട്ട്, മൂക്കട, പല ഫിനിഷകം, പല്ല് വേനിക്ക് നല്ലത്. ഇത് 130 റുപ്പീസ്. കാണിച്ചുതരാം. താഴെ ഇവിടെ വന്നേ, ഇവിടെ അവിടെ വർക്ക് ചെയ്യുമ്പോ ഇവിടെ തൈലം ചേരുന്നേ. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും താഴെ വെള്ളപ്പ സെന്ററിൽ മറ്റേ ടോപ്പിൽ തൈലുന്നേ. വർക്ക് ചെയ്യുമ്പോ ഇവിടെ തൈലം മറ്റേ ഇത് വെള്ളം പോയിക്കൊണ്ട് വരുമ്പോൾ തൈലം പോകത്തില്ല. ഇവിടെ സെന്ററിൽ വന്ന് മട്ട എടുത്തിട്ട് ടോപ്പിൽ നിന്നും തൈല് നിൽക്കും. എന്നിട്ട് 2.5 മണിക്കൂർ തീരുടെ വർക്ക് ചെയ്തതിനു ശേഷം
ഈ സാധനം വെച്ച് തൈര് മാത്രം ഞങ്ങൾ നെറ്റി കോരി എടുത്തു. ആകെ മൊത്തം കിട്ടുന്നത് ഞങ്ങൾക്ക് ഒരു 200 മില്യേ കിട്ടുള്ളൂ. എവിടെയാ സ്ഥലം? ഞങ്ങൾ കോഴിക്കോട്. ഞാൻ ഇന്ത്യ നാടല്ല, വെളിനാട് വരെ പോയിട്ടുണ്ട്, റഷ്യ നാട് വരെ പോയിട്ടുണ്ട്. ശരി, ഒത്തിരി യൂട്യൂബിൽ പോയിട്ടുണ്ട്, വെബ്സൈറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ ഇനിയും പോട്ടോ. ഇത് US വരെ പോകും, അമേരിക്കയിൽ വരെ പോകും. അമേരിക്കല്ല, റഷ്യ നാട് വെളിനാടല്ലേ? റഷ്യയിലും പോവും. ഇന്നലെ മിനിഞ്ഞാന്ന് റഷ്യ നാട്ടിലോട് ഷായിപ്പ്മാർ വന്ന് ഇവിടെ തേന് തൈലൊക്കെ മേടിച്ചുകൊണ്ട് എന്നെ യൂട്യൂബിൽ കാണിച്ചു ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ കൊടുത്തു. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് ഓക്കെ ദാമോദരൻ. താങ്ക് യു. ഇവരെപ്പോലെ നമ്മുടെ ആദിവാസി സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവസന്ധാരണത്തിന് ടൂറിസം മേഖലയുടെ വളർച്ച ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ.